ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് ഒരു ഇറച്ചിപ്പത്തലിൻ്റെ റെസിപ്പി ആയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതാ ഞാൻ ഈ ഇറച്ചിപ്പത്തൽ ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ചിക്കന് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടി ഞാനിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ചിക്കനിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇറച്ചിപ്പത്തിൽ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 6 വലിയ ഉള്ളി, 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഇതാ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരിഞ്ഞിട്ടുള്ള സവാളയെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് ഇതൊന്ന് നല്ലോണം വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മസാലയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഞാൻ മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇറച്ചിപ്പത്തലിന് വേണ്ടി മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഓരോന്നായി പരത്തിയെടുത്ത് ഇതിൽ ഞാൻ മസാല ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം മാവും ഞാൻ ഇതുപോലെ മസാലയെല്ലാം നിറച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇതൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഓയിൽ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ പരത്തി വെച്ച ഇറച്ചിപ്പത്തിരിയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതിനേക്കും ബൈ.